ഈ ഒരു പൊതി തുറന്ന് കഴിക്കുന്നതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോഴേ മീനൊന്ന് പൊള്ളിച്ചെടുത്താലോ. 2 വലിയ അയലയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ വീതം പെരുംജീരകം മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, ഉപ്പും, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് മീനിലേക്ക് പുരട്ടാനുള്ള മസാല ഒന്ന് തയ്യാറാക്കാം കേട്ടോ. ഞാനിവിടെ അയലയാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനൊക്കെ ഇതിലേക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് മസാല ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നാടൻ ഐറ്റം തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലത് കേട്ടോ. അല്ലേലും എനിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ. അപ്പോൾ മീനൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പൊരിച്ച എണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. 2 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ ഉപ്പിടണമെങ്കിൽ ഇടാം കേട്ടോ. 1/2 കപ്പ് ചെറിയുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. സവാളയൊന്ന് നന്നായിട്ട് വാടി വരണം കേട്ടോ. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ഒരുപാട് പൊടികൾ ചേർക്കണ്ട കേട്ടോ. മീൻ ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി തക്കാളി വലുതാണെങ്കിൽ 1 ചേർത്തോളൂ, ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം എടുത്തോളൂ കേട്ടോ. തക്കാളി നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് നമ്മളത് വഴറ്റിയെടുക്കും. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള പുളിയുടെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് പുളി കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് വറ്റിച്ചെടുക്കണം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. മസാല തയ്യാറായതിനു ശേഷം വാഴയില നല്ല പോലെ ഒന്ന് വാട്ടിയെടുത്ത് ഈ ഒരു മസാല അതിലേക്ക് വെച്ച് കൊടുക്കാം. 2 അയലയും ഒരുമിച്ചാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അയല അതിലേക്ക് വെച്ചിട്ട് മുകൾ ഭാഗം കൂടെ നമ്മൾ ഈ മസാല ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി ഇതുപോലെ ഞാൻ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ എന്താ, വാഴയില നല്ല ഭദ്രമായിട്ട് അങ്ങ് പൊതിഞ്ഞെടുക്കണം. ഇത് 2 അയല വെച്ച് ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ വാഴയിലയാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നതും കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഓരോ അയല വെച്ചിട്ട് ചെയ്യുവാണെങ്കിലേ ഇങ്ങനെ കെട്ടേണ്ട ആവശ്യമൊന്നും ചിലപ്പം വരത്തില്ല കേട്ടോ. കാരണം ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് ഇതുപോലെ വാഴയുടെ ആ തണ്ട് ഭാഗം വരുന്നതുകൊണ്ടേ കെട്ടേണ്ട അവസ്ഥ നമുക്ക് വരുന്നുണ്ട്. അപ്പം നമ്മളിനി പാന് ചൂടാക്കി അതിലേക്ക് ഇതങ്ങ് ഇറക്കി വെച്ചിട്ട് ഞാനൊരു വെയിറ്റ് കൂടെ ഇതിന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം നല്ല പോലെ മൊരിഞ്ഞ് വന്നാൽ തിരിച്ചും ഇട്ട് കൊടുക്കാം. ഈ വാഴയുടെ ഇലയാണ് നമ്മൾ മൊരിഞ്ഞ് വരുന്ന കാര്യം പറയുന്നത് കേട്ടോ. അകത്തേക്ക് അധികം മൊരിച്ചിലൊന്നും ഉണ്ടാവില്ല. മസാലയൊക്കെ പിടിച്ചിട്ടേ മീൻ നല്ലൊരു പരുവത്തിലങ്ങ് ആയി വന്നിട്ടുണ്ടാവും. ഇപ്പൊ കണ്ടല്ലോ, ഇതിൻ്റെ ഒരു ചന്തം നോക്കിക്കേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.